ഓ കേറത്തൂര്. എന്തൊരു കഷ്ടമെന്ന് പറ. എവിടെ പോകുമ്പോഴും ഉടുത്തോണ്ട് പോകാൻ ആകെ ഒരു സാരി ഉണ്ട്. ഒരു സാരി വാങ്ങിച്ചു തരാൻ വേണ്ടി എത്ര നാളുകൊണ്ട് പറയുന്നറിയുമോ? കണ്ട അത്രയും അഴുക്കം പിടിപ്പിച്ച് നനച്ചു തരാനും ആരുമില്ല. ഒന്ന് വയ്യാതായി പോയാൽ അത് മടക്കി ഞാൻ അങ്ങ് വയ്ക്കും. പിന്നെ പോകുമ്പോഴും അത് ഉടുത്തോണ്ട് പോകും. എത്ര നാളുകൊണ്ട് ഒരു സാരി വാങ്ങിച്ചു തരാം. അത് കഷ്ടം തന്നെ എന്റെ കാര്യം. ഞാൻ വന്നില്ലെന്ന് പറഞ്ഞ സുശീലമാമ എല്ലാം വഴക്കമെല്ലാം പറയൂ. നീ വരേണ്ടതാണ്. ആ ഇവിടെ പിന്നെ ആരും ഇല്ലാതായി പോയില്ല. അവളും ഇല്ലല്ലോ. അല്ലെ പിന്നെ അവളെ കൊണ്ടുവരാത്തെന്ന് ചോദിക്കും. ഞാൻ കല്യാണം കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ചെല്ലാന്ന് പറയണേ. എന്ത് പറ്റി ഇത്ര പോരാ? അയ്യേ ഇതെന്ത് പറ്റി ഇതിങ്ങനെ? ആകെ ഒരു പുറത്തോട്ട് കൊടുക്കാൻ ആകെ ഒരു സാരിയേ ഉള്ളൂ. ബാക്കിയൊക്കെ വീട്ടിൽ കൊടുത്ത് അതിലും അത്രയും ഇങ്ങനെ ആയിരിക്കുകയാണ്. നിന്റെ അടുത്ത് എത്ര നാളുകൊണ്ട് പറയുന്നത് എനിക്ക് ഒരു സെറ്റ് മുണ്ട് വാങ്ങിച്ചു തരാൻ? അമ്മ ദേവദോഷം പറയല്ലേ. അമ്മയ്ക്ക് ഒറ്റ സാരി മാത്രമേ ഉള്ള. എടാ പുറത്തോട്ടിറങ്ങുമ്പോ ഞാൻ ആരാണടാ അങ്ങ് അലവല്ലാതെയായിട്ട് പോയ? ഒരു ഒത്തിരി ഒരു ഇതൊക്കെ വേണ്ട എനിക്ക്. ഈ പെട്ടി കാണിച്ച ഈ പെട്ടി തുറന്നേ. എത്ര സാരി സാരി ഉണ്ട്. അതൊക്കെ ഞാൻ വീട്ടിൽ കൊടുത്ത് പോയിരുന്നാലും ഞാനത് തന്നെ മിനിക്ക് വയ്ക്കും കൊടുക്കും. അത് തന്നെ ഇത് കണക്കൊക്കെ ഉള്ള ഒരു 2 എണ്ണം കൂടെ വാങ്ങിച്ചെങ്കിൽ ഞാൻ മാറി കൊടുത്തേ. അത് മേടിക്കാം. ഇന്നിപ്പോ എന്തായാലും മേടിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചിനെ വിളിക്കാൻ പറ്റിയിട്ടില്ലേ? ഇപ്പൊ അവനെ ഉണത്തണ്ട. ഉണന്നു കഴിഞ്ഞാൽ അവൻ കൂടെ വരണം. അവന് ഉണത്തി എന്തെങ്കിലും കൊടുക്കണം. അത് ഞാൻ കൊടുത്തോളാം. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ കഴിക്കാൻ ദോശ സാമ്പാർ കേട്ടാ പറഞ്ഞല്ലോ. അതുകൊണ്ട് 12 മണി വരെ പോകും. അതൊക്കെ ഞാൻ വേഗം വരും. ഞാനൊരു 2:30-3 മണിയാകുമ്പോൾ എത്തും. അവന് രാവിലെ എഴുന്നേപ്പിച്ച് ബ്രഷും പേസ്റ്റും എടുത്ത് കൈ കൊടുക്കണം. അവൻ തേച്ചോളും. അത് കഴിയുമ്പോഴത്തേനും പറ്റുവാണെങ്കിൽ ഒന്ന് മേല് കഴുകി, മടിയാണെന്ന് പറയുവാണെങ്കിൽ കഴിപ്പിച്ചിട്ട് മേല് കഴിച്ചാൽ മതി. പക്ഷെ ഉടുക്കാനുള്ളത് ഞാൻ അവിടെ പെട്ടിയുടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അവന് ഉടുക്കാനെല്ലാം ചെയ്യാം. പക്ഷെ മറ്റേ അപ്പിവാഷ് അതെന്നെ കൊണ്ട് നടക്കത്തില്ല. രാവിലെ താനെ കഴിക്കോളൂ. അവന് നിന്നെ പോലെ അല്ല അവൻ. അമ്മ എന്തിനാണാവോ ഇങ്ങനെ കിടന്ന് വായു പിടിക്കുന്നത്? 11 മണിക്കാ കെട്ട്. 11:15 അതിന് ഇപ്പഴേ കിടന്ന് കെട്ട് കഴിഞ്ഞാൽ നമ്മൾ സദ്യ ഇരുന്ന് എന്നാ പോരെ കെട്ട്. അമ്മ വരുന്നമ്മേ. വാടി മനുഷ്യനെ വായു പിടിപ്പിച്ച് എവിടെയെങ്കിലും പോണെങ്കിൽ 1.5 മണിക്കൂർ വേണം ഈ പെണ്ണിന് ഒരുങ്ങാൻ. അമ്മയ്ക്ക് 2 മിനിറ്റ്. അമ്മയ്ക്ക് 2 മിനിറ്റ്. നീ ഇത്ര എന്തോട്ട് ഒരുങ്ങണത്? കല്യാണത്തിലൊക്കെ പോകുമ്പോ ഇച്ചിരി ലിപ്സ്റ്റിക് ഒക്കെ ഇടാം. കൊള്ളാവോ അമ്മേ? അതാണ് 2 മണിക്കൂർ എടുത്താണ്ട അമ്മ. ഈ അമ്മയുടെ മുഖം തെളിയാത്തെന്താ അമ്മേ? എന്റെ മുഖമാണ് തെളിയാത്ത. നീ സമയത്ത് ഇറങ്ങാത്തത്. അമ്മ 11:30-ക്കല്ലേ കെട്ടു. 11 മണിയാകുമ്പോൾ ചെന്നാ പോരെ? ഓ അവള് മുഹൂർത്തം നോക്കിയിരിക്കാം. മുഹൂർത്തമൊക്കെ അവര് നോക്കിക്കൊള്ളും. നമ്മളൊരു 5 മിനിറ്റ് നേരത്തെ അവിടെ എത്തിയെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് ഈ അമ്മേനെ ഒരു സ്ഥലത്തും ആരും കൊണ്ടുപോകും. ഞാനും ഇതാ നിങ്ങളിവിടെ ഒരു സ്ഥലത്തും വരാൻ നോക്കാത്തത്. ഇങ്ങോട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങ നോക്കണം. ഞാൻ റൊണാൾഡിനോട് പറഞ്ഞിട്ടുണ്ട് നീ കൂടി ഒന്ന് നോക്കിയാ മതി. എന്റെ പൊന്ന് കനക ഇങ്ങനെ നോക്കണെന്താ? നീ ഇന്നിപ്പോ 2 പേര് അല്ല പിന്നെ രാവിലത്തെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയാകുമ്പത്തേന് ഞാൻ എത്തിക്കോളാം. പോവാം. അമ്മയ്ക്ക് ഭയങ്കര ധൃതിയാട്ടാ. നീ ഞാൻ ധൃതി കാണിച്ചതാണ് കുറ്റം. നീ താമസിച്ചതല്ല കുറ്റം. രണ്ടും കൂടെ തല്ലിയും പറഞ്ഞു പോണായി. റൊണാൾഡേ വന്നേ. ഓ കൊച്ചെന്തിനാടാ? കൊച്ചോടെ ഉറങ്ങുന്നു. അവനെ വിളിച്ചോണത്തി പല്ല് തേപ്പിക്ക്. പണ്ടത്ര പറ്റിയത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണത്തി വെള്ളത്തിൽ മുക്കി പൗഡർ ഇട്ട് അങ്ങ് വിട്ടാ മതിയാ. അത് കൊച്ചു എഴുന്നേറ്റില്ലായിരുന്ന? ഇല്ല. അതുകൊണ്ടാണ് കൊണ്ടുപോകാതിരുന്നല്ലേ? നല്ല കൂത്ത്. ഞാനിവിടെ വന്നതിന് ശേഷം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ആദ്യത്തെ ദിവസം കൊച്ചൂടെ ഇല്ലായിരുന്നു തകർക്കായിരുന്നു. ഈ ഒരു ചിന്തയിലടാ ഉള്ളു. ആ കൊച്ചിനെ മര്യാദക്ക് വിളിച്ചോടത്തിന് പല്ല് തേപ്പി. പോവാ. അവന് കഴിക്കാനുള്ള തന്നെ ഇത് ഞാൻ ഒരു 5-6 തിന്ന് കാണിച്ചാലേ അവ ഒരെണ്ണം കഴിക്കൂ. അല്ല എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അവന് വേണ്ടിയിട്ടാ. അത് ഒരെണ്ണം കേട്ടെ. ഓ അവനൊന്ന് സെറ്റാക്കടാ. നീ വേമോ കൊച്ചിനെ വിളിച്ചോടത്തോ.
ഉറക്കമാണോ? തക്കുടു നല്ല ഉറക്കം. വെറുതെ വിളിച്ച് മെനക്കെടാൻ നിൽക്കണ്ട. അമ്മ എവിടെ? ഉണന്ന് അമ്മ കല്യാണത്തിന് പോയി. ഇച്ചിരി നേരോടെ ഉറങ്ങിക്കോ. മാമ താരാട്ട് പോയിട്ട് പാട്ടി തരാം. വാവോ നിർത്ത്. എന്ത്? എനിക്ക് റൊണാൾഡോ അമ്മന്റെ താരാട്ട് വേണ്ടിയിട്ട് ഉറക്കം വരൂല. ആഹാ, എനിക്ക് വൈകുന്നേറ്റ് പല്ല് കേൾക്കാം. അമ്മ എവിടെ? അമ്മ പല്ലൊക്കെ തെച്ച് സുന്ദരിയായിട്ട് കല്യാണത്തിന് പോയി. വാ, എന്നിട്ട് പല്ല് തിരിച്ച് കുളിച്ചിട്ട് വല്ലതും കഴിക്കാം. അമ്മ വലിയ ചെന്നാ മതി. അതിപ്പോ എങ്ങനെ നടക്കും? അമ്മ കല്യാണത്തിന് പോയിട്ട് വരാൻ 3-4 മണിയാകത്തില്ലേ? ഇപ്പൊ ഞാൻ പല്ല് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ഒന്നുകൂടെ തേക്കാം. റൊണാൾഡോ അവൻ വലിയ കൊള്ളാം. 2 പ്രാവശ്യം തെച്ചേ. വാ, ഇവിടെ കഴിക്കണ്ടേ? ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. അങ്ങനെയുള്ള വാശി പറ്റത്തില്ല. എഴുന്നേറ്റ് കഴിക്കണം, കളിക്കണം, പല്ല് തേക്കണം. റൊണാൾഡോ എടാ. പുന്നാരനന്തരം ആ മക്കളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആണ്ടാ, എന്ത് കുഴപ്പം? കുഴപ്പമൊന്നോ? പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, കഴിക്കത്തില്ല. ഇതെല്ലാം ഇനി തങ്കം ചേട്ടത്തി വന്നാലും അവൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇവിടെ പല്ല് തേക്കാനും കുളിക്കാനും കഴിക്കാനൊക്കെ ഒരു സമയമുണ്ട്. നിങ്ങൾ നേരം വിളിക്കുന്നതിന് മുമ്പ് കൊച്ചിനെ ബുദ്ധിമുട്ടിക്കരുത് അല്ലേ മക്കളെ? അമ്മ പറഞ്ഞോ? വേണ്ടല്ലോ, മാമ ഉണ്ട് കേട്ടാ. നീ ആ ബ്രഷും പേസ്റ്റ് എടുത്തോളൂ. അത് ചെയ്യിപ്പിക്കണേ. പിന്നെന്ത്, ഇതൊക്കെ സിമ്പിൾ. ആ ഒരു കാര്യം പറയണ്ടോ? എന്റെ ബ്രഷ് വേണം എടുത്തോണ്ട് വരാൻ. റൊണാൾഡോ അമ്മന്റെ ബ്രഷ് എടുത്തോണ്ട് വരാല്ലേ? നോട്ട് ദ പോയിന്റ്. കാര്യം മനസ്സിലായല്ലോ? അല്ല, നിങ്ങളുടെ ഈ പരന്ന വൃത്തിയായിട്ട ബ്രഷ് എടുത്തോണ്ട് വരുന്നത് എന്റെ കൊച്ചിന്. വൃത്തിയായിട്ട ബ്രഷ് എന്തൊരു വർത്താനം ചോയി? എടാ കൊച്ചിന് മെരുകൊണ്ട് പറഞ്ഞോ. മെരുക്കാന് മെരുക്കാന് എന്ന് വെച്ചാ എന്തോന്ന്? തളയ്ക്കാൻ. തളയ്ക്കാൻ ഞാൻ താന് ആനല്ല, ആനത്തോട്ടി ചോറുക്കനൊക്കെ. പോയി എടുത്തിട്ട് വാടേ. മക്കളത് കാര്യമാക്കണ്ട. നമ്മള് റൊണാൾഡോ അമ്മ കൊണ്ടുവരുന്ന പേസ്റ്റും ബ്രഷും ഉപയോഗിച്ച് പല്ല് തേക്കുന്നു. പല്ല് തേച്ച് മുഖമൊക്കെ കഴുകിയെല്ലാം വൃത്തിയായതിനു ശേഷം നമ്മൾ ദോശ കഴിക്കുന്നു. ദോശ എന്ന് പറഞ്ഞാൽ ഓഹ് സൂപ്പർ ദോശയാണ്. അടിപൊളി ദോശ കഴിക്കുന്നത് കേട്ടാ. അത് കഴിക്കാം. അല്ല, അതെങ്ങനെ മാമനറിയാം? മാമൻ കഴിച്ചായിരുന്നല്ലോ നേരത്തെ. എപ്പം? കുറച്ച് നേരം കഴിച്ചായിരുന്നു. അന്നേരം മക്കളുടെ ഉറങ്ങിയായിരുന്നേ. ഓഹ് സത്യം പറഞ്ഞ എനിക്ക് മതിയായില്ല. ശരിക്കും? എന്നാലേ എന്റെയും കൂടെ മാമനെടുത്ത് കഴിച്ചു. അവിടെ കഴിക്കാതിരുന്നാലേ പട്ടിണി ഇരിക്കും. പട്ടിണി ഇരുന്നാൽ പനി വരും. പനി വന്നാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ എടുത്താ പിന്നെ ഞാൻ കരയൂലേ? ആ അതാ പറഞ്ഞ. ആ ഇഞ്ചക്ഷൻ എടുത്താ നല്ലതല്ലേ? അതെന്തിന്? അപ്പൊ ചോക്ലേറ്റ് കിട്ടുമല്ലോ. എടാ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? അല്ല ശരിയാക്കിക്കൊണ്ട് വരെയാണ്. എന്റെ ബ്രഷ് തന്നെ. ഇത് മക്കളെ ബ്രഷല്ലേ? ആ പിടിച്ചോ. കാറാണ് കേട്ടോ. പക്ഷേ ഞാനേ ദോശയും കറിയും തിന്നിട്ട് പല്ല് കഴിക്കാം. അയ്യേ, അങ്ങനെ ആരെങ്കിലും ചെയ്യോ? പല്ല് തേച്ചിട്ട് ദോശയും കറി കഴിക്കാം. അതാണ് എന്റെ രീതി. മകളൊന്ന് പല്ല് തേക്കിയേ വിചാരിക്കുന്നതന്നെ നല്ലത്. മക്കളെ ഒന്ന് ചെറുതായിട്ടൊന്ന് പല്ല് തേച്ച് കാണാം. നല്ല മധുരമുള്ള പേസ്റ്റാ അത്. പിന്നെ ഇത് മധുരമൊന്നും ഇല്ല, ഞാൻ എപ്പോഴും തേക്കണല്ലേ ഇത്. ആണോ? പക്ഷേ വേറെ രസമുണ്ട്. പല്ല് തേച്ചെങ്കിൽ പല്ലൊക്കെ പുഴു തിന്നും. പുഴു തിന്നു കഴിഞ്ഞാൽ പിന്നെ പല്ലില്ലാതായി എന്നൊക്കെ വിളിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് പല്ല് തേക്കണം മക്കള്. പല്ല് തേച്ചിട്ട് ദോഷം വേണ്ട. ഇപ്പൊ മാ പറഞ്ഞ എന്താ പുതിയ പല്ലെല്ലാം വന്നല്ലോ. ഇനി ഒരുപാട് പല്ല് വരാറുണ്ട്. ഡേയ് മര്യാദ പല്ല് വെച്ചിട്ടോ മക്കളെ. റൊണാൾഡോ വിളിച്ചല്ലേ. ഡേയ് ഞാൻ കൊച്ചിനെ പല്ല് വെപ്പിച്ചിട്ടേ. ഞാൻ അവിടെ ഞാൻ വരൂല. തക്കട് മോന് ചൂട് ദോശ ഉണ്ടല്ലോ. എനിക്ക് ഈ ദോശ വേണ്ട. ഈ ദോശ അല്ലെങ്കിൽ വേറെ ദോശ തരാം. അതല്ല, എനിക്ക് ഈ ദോശയെ വേണ്ട. ദോശയെ വേണ്ടെന്ന് പിന്നെ രാവിലെ എന്തോ കഴിക്കും? വേറെ വല്ലതും ഉണ്ടായിതാ? വേറെ ഒന്നുമില്ല ഇവിടെ, ദോശ ഉള്ളൂ. അവന് പറയുന്നുണ്ടാകും. ഉച്ചയ്ക്ക് നമുക്ക് വേറെ സെറ്റപ്പ് ഉണ്ടാക്കാം. തൽക്കാലം എൻ്റെ പൊന്നുവനല്ലേ തക്കടി ചക്കടി പോകാൻ ഈ ദോശയും നല്ല കുറു എന്നുള്ള സാമ്പാറും. സാമ്പാറാ?
കേട്ടിട്ടില്ലേ സാമ്പാർ? എനിക്ക് സാമ്പാർ വേണ്ട. സാമ്പാറിൽ വേറെ എന്താ 10 ദിവസം കഴിക്കാൻ പറ്റുമോ? കാരണം ചൂട് സാമ്പാർ നല്ല വെണ്ടക്ക എല്ലാം ഉണ്ട്. വേണ്ട. മോനെ സാമ്പാർ കഴിച്ചില്ല, വേറെ കറിയൊന്നും ഇല്ല ഇവിടെ. അമ്മ ആകെ ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് ഉഴുന്ന് ചമ്മന്തി വേണം. ഉഴുന്ന ചമ്മന്തി? അതിരുകുന്തോ? അത് ഇന്നാൾ അമ്മ എനിക്ക് ഉണ്ടായി തന്നതാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത് വേണം. അത് അമ്മ വരുമ്പോ ഉഴുന്നോടെ പരിപ്പോടെ ഉഴുന്ന ചമ്മന്തി എന്തേലും ഉണ്ടാക്കും. തൽക്കാലം ഇത് കഴിക്കും. ഞാൻ കഴിക്കൂല. എന്റെ പൊന്നു പോലെ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ അങ്ങനെ അല്ലേ? അമ്മ കല്യാണം കഴിഞ്ഞ വരെ 3-4 മണിയാവും. അത്രയും നേരം നീ വിശന്നിരിക്കുന്ന ചത്തു. നീ ചത്താ നിന്റെ അമ്മ എന്നെ കൊല്ലും. ചാവണോ? എടാ കഴിച്ചില്ല നീ ക്ഷീണം വന്ന് രക്തസ്രാവം ഉണ്ടായി ബോധം കെട്ട് പിടിച്ചാവും. ഇല്ല. എന്റെ പൊന്നു മോനല്ലേ ഏതാണ്ടേ ഞങ്ങളൊരു കഥ പറഞ്ഞുതരാം. കോട്ടയ്ക്കകത്തെ പൂതം പൊടിക്കല്ലേ, എനിക്ക് വേണ്ട. പിന്നിത് മോന്റെ പൊന്നു മോനെ വേറെ കറിയൊന്നും ഇല്ലടാ. നീ കഴിക്കാതിരുന്ന എനിക്ക് ഉഴുന്ന് ചമ്മന്തി തന്നെ വേണം. ഇപ്പൊ ഞാൻ എവിടെ പോയി ഉണ്ടാക്കും ഉഴുന്നമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പണിയുണ്ട്. എന്നെ കഴിപ്പിക്കാൻ പറ്റുമെന്നാ അവിടെ. ഇനി ഉറങ്ങ നടക്കങ്ങോട്ട്. അങ്ങോട്ട് നടക്കും എൻ്റെ മാമൻ്റെ വീട്ടിലോട്ട്. തള്ളമാർക്കൊക്കെ ഒരുങ്ങി കെട്ടി അങ്ങ് പോയാൽ മതി. ബാക്കിയുള്ളവർ വേണം. നടക്കങ്ങോട്ട്. മച്ചൊന്ന് മാമൻ എന്താന്ന് വെച്ചാൽ ഒരു പരിഹാരം കണ്ടുപിടിച്ചു. ഞാൻ സഹിക്കാവുന്ന അങ്ങേയറ്റം. ദോശയും സാമ്പാറും ഉണ്ടാക്കി വെച്ചടാ ചേട്ടത്തി പോയെ. അവനിപ്പോ അത് പറ്റത്തില്ലെന്ന്. അവന് ഉഴുന്ന ചമ്മന്തി വേണം പോലും. ഉഴുന്ന ചമ്മന്തിയാ? ആ, ദോശയുടെ കൂടെ ഉഴുന്ന ചമ്മന്തി നല്ലതാണ്. പക്ഷെ മക്കൾക്ക് അതെങ്ങനെ അറിയാം ഉഴുന്ന ചമ്മന്തിയുടെ കാര്യം? അതെനിക്ക് അമ്മ ഉണ്ടായി തന്നു. അമ്മമാരൊക്കെ ഓരോന്ന് പഠിപ്പിച്ച് ശീലിപ്പിച്ച് വെച്ചോളൂ. നമ്മളെന്തോ ചെയ്യാൻ പറ്റും? നീ ഒരു ഉഴുന്ന ചമ്മന്തി ഉണ്ടായിക്കും കൂടെ. എനിക്കറിയത്തില്ല മച്ചമ്പി. നമ്മുടെ മുമ്പിൽ പാത്രത്തിൽ വരുന്നത് തിന്ന് കയറുക്കാന്നല്ലാത്തത് എങ്ങനെ നമ്മൾ അറിയാമല്ലോ. ഏത് എനിക്കിത് അറിയാമായിരുന്നു. പക്ഷെ ഇത് വന്നു പോയാ അവളെ വിളിച്ചു ചോദിച്ചാലോ? ആരെ? തങ്കത്തിനെ വിളിച്ചു വരും. പക്ഷെ ഉണ്ടാക്കി കൊടുത്തോണം. ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എടാ, ഒരാള് പറഞ്ഞെന്നാ കൃത്യമായിട്ട് അത് ചെയ്യാൻ എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ. മതി. മനസ്സിലായില്ലേ? എത്രയോ പേർക്ക് എന്തെല്ലാം കാര്യം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതെ അതാണ്. നീ രക്ഷപ്പെട്ട് നിനക്ക് ഇപ്പോൾ ഇടുന്ന മന്തി കിട്ടും. മക്കളോട് ഇനി മാമ ഉണ്ടാക്കി തരാം കേട്ടാ. ഞാൻ ഫോൺ എടുത്ത് അവളോട് ചോദിക്കട്ടെ. ഞാന് എടാ, ഇത് അവിടെ വെച്ചിട്ട് ആ ഫോണിങ് എടുത്തിട്ട് വേടാ. വടിവത്ത ശരീരമുള്ള ആൾ, ആരുടെ ഒരു കാര്യത്തിനകത്ത് സഹായം മേടിക്കാത്ത ഒരാൾ അകത്തിരിക്കുന്ന മൊബൈൽ എടുക്കണമെങ്കിൽ ഈ വണ്ണമുള്ള ഞാൻ കയറിച്ചല്ലോ അല്ലേ? അതിനുള്ള നേരമല്ലത്. ഒരു വലിയൊരു കേസ് തീർത്തോണ്ടിരിക്കുകയാണ്. ഒന്ന് പിടിച്ചേ ഫോണേ. പക്ഷെ മക്കളെ, ഈ സാമ്പാറിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ സാമ്പാർ. ഇങ്ങട് അത് നടക്കുന്നതല്ല. പിടിച്ചേ. ഹലോ ഹലോ. ആ എടി എവിടെ മൈക്ക് സെറ്റിന്റെ ഡയലോഗ് പോയി നിൽക്കണമെന്ന് പി കേൾക്കണം. എടി, ഉഴുന്ന ചമ്മന്തി ഉണ്ടാക്കണം എങ്ങനെയാടി? ഉലുവ ഇവിടെ ഇരിക്കാം. എടി, ഉഴുന്ന ചമ്മന്തി എവിടെ ഉണ്ടാക്കണം എങ്ങനെയാടി? എന്ത് അവള് വെച്ചിട്ട് പോയി. ഇതെങ്ങനെ ഇതൊന്ന് പറഞ്ഞ മക്കളെ, ആമ നേരത്തെ പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ടുപിടിച്ചാണ് ഈ സാമ്പാർ. സാമ്പാർ? അത് അവിയല്. അവിയലാണോ? അല്ല, സാമ്പാർ പിന്നാണ് അവിയൽ. പിന്നെ അതെ നല്ലതാ. അത് ചൂടുകൊണ്ട് വച്ചമ്പി. പിന്നെ ചൂടോടുകൂടി കഴിക്കുമ്പോണ്ടല്ലോ മക്കളെ. അംഗൻവാടിയിലെ ടീച്ചറല്ലേ? ടീച്ചറെ നമസ്കാരം സാർ. നമസ്തേ. വെറുതെ ഇറങ്ങി അതോ? അല്ല, ക്ലീറ്റസ് സാറിനെ ഒന്ന് കാണണമായിരുന്നു സാർ. എനിക്ക് ക്ലീറ്റസ് ഇവിടെ ഇല്ല അല്ലേ? ഇല്ല. എന്തോ മീറ്റിങ്ങോ കാര്യമായിട്ട് പോയിരിക്കുക. ആണോ? അയ്യോ, ഒന്ന് കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ അംഗൻവാടിയുടെ കെട്ടിടമൊക്കെ നിർമ്മിച്ചു തന്നല്ലോ. പക്ഷെ കുറച്ച് ഫർണിച്ചറിന്റെ കുറവുണ്ട്. അപ്പൊ നമ്മളൊരു സന്നദ്ധ സംഘടനക്കാർ ചെയ്തു തരാമെന്ന് പറഞ്ഞു കുറച്ച് ഫർണിച്ചറേ. അപ്പൊ ഒരു കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള കുറച്ച് കസേരകൾ വേണമായിരുന്നു. വേണമായിരുന്നു.
ഒരു 6-7 എണ്ണം മതിയാവും. ഞാനത് നമ്മുടെ അൻസാർ മെമ്പറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു പാർട്ടി മുഖേന ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ക്ലീറ്റസ് സാറിനെ ഒന്ന് കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. അപ്പൊ അതുകൊണ്ടൊന്ന് കാണാമെന്ന് കരുതി വന്നതായിരുന്നു. അല്ല നമ്പർ തരാം, നമ്പർ വിളിച്ചു അയ്യോ അല്ല, ഫോണിൽ വിളിച്ചാൽ അതിന്റെ ഒരു സീരിയസ്നെസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ നമ്മള് നേരിട്ട് പറയുന്ന പോലെ വരത്തില്ലല്ലോ. അതാ കനകമച്ചമ്മ ഒന്ന് ശുപാർശയോടെ ചെയ്തേരും. പോലീസുകാരുടെ ശുപാർശ ഉണ്ട് മടിക്കത്തില്ല. അതെ, അതെങ്ങനെയും ഒന്ന് ചെയ്തു തരണം അത്യാവശ്യം. തക്കടു എന്തോ പറഞ്ഞു, വാ ചോദിക്കട്ടെ. എന്താ ഒരു വിഷമം പോലെ? കാരണം അങ്ങ് ഭയങ്കര വിഷമത്തിലാണല്ലോ ഇന്ന്. ഒന്നും കഴിച്ചിട്ടില്ല. എന്തു പറ്റി? ദോശ സാമ്പാറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ലേ? സാമ്പാർ വേണ്ട പുള്ളിക്കാരന്. ആണോ? എന്തൊരു സാമ്പാർ നല്ലതല്ലേ? അവനിപ്പോ ഉഴുന്നിയമ്മന്തിയോ അതും കണ്ട് വേണമെന്ന് പറയാ. ഉഴുന്നിയമ്മതി വേണോ? ഉണ്ടാക്കി കൊടുത്താ പോരെ സാറേ? അത് പച്ചമ്പിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്താ പാചകം അറിയില്ലേ? എനിക്കും അറിയത്തില്ല. എനിക്ക് പിന്നെ ഉഴുന്നിരിപ്പുണ്ടോ സാറേ? ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. അല്ല അതൊന്നും വേണ്ട, തിരക്കിട്ട് നിൽക്കല്ലേ നമ്മള്. അതൊക്കെ നമ്മള് പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ സാറേ, കുഴപ്പമില്ല, ഉണ്ടാക്കി കൊടുക്കാം ഞാൻ. സാമ്പാർ കൊടുത്ത് ഞങ്ങൾ എങ്ങനെയൊക്കെ താലം പറഞ്ഞു സാമ്പാർ കേട്ട് കഴിക്കുവോ? ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം സാറേ, കുഴപ്പമില്ല. അയ്യേ, അതിനകത്തൊന്നും പ്രശ്നമില്ല. ഉഴുന്ന് ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളും കൂടെ ഒന്ന് എന്റെ കൂടെ നിന്നാ മതി. അടുക്കള എവിടെ? ആളെല്ലാം മെനക്കെടുത്തിക്കാനായിട്ടല്ലേ. ആറ് കുഴപ്പം? പിള്ളേർക്കൊന്നും ഇത്ര വാശിയൊന്നും പാടില്ല. അതാണ് പറഞ്ഞു കൊടുക്കണം. കഴിയാറായിരുന്നു. കഴിഞ്ഞു. ഇത് എളുപ്പം ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ സാർ. സത്യം പറഞ്ഞാൽ വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ അംഗൻവാടിയിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. പിന്നെന്താ ശരി സാർ. കൊള്ളാം, സൂപ്പർ ആയിരിക്കും. ഇത് എവിടുന്ന് കിട്ടിയത്? തങ്കം ഉണ്ടാക്കത്തില്ലെങ്കിൽ കുഞ്ഞിന്? ഇത് മോള് അല്ല, തങ്കം എപ്പോഴും ഉണ്ടാക്കി കൊടുത്താണത്. ആണോ? അത് ശരി. എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും സാധനങ്ങള്. അതാണ്ട് ഇതിനകത്തെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടേ. അപ്പൊ ഇതിന് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഒന്ന് ചാലിച്ചെടുത്താൽ മാത്രം മതി. ഓ അങ്ങനെയാണല്ലേ? അത്രയും കാര്യമുള്ളൂ. ഇത് ഇടാനൊരു കുപ്പിയൊന്നും കാണുന്നത്. അപ്പൊ ഇനി ശരി. അപ്പൊ ഇത് ഇവിടെ വെച്ചേക്കുവാണേ. അപ്പൊ ഇത് നമുക്ക് കുഞ്ഞിനെ കൊടുക്കാം. അതൊന്നും ടീച്ചർ ബുദ്ധിമുട്ടുണ്ട്. ഇത് തന്നെ വലിയ കാര്യമല്ലേ? ഇതിപ്പോ ഞങ്ങൾ അവരെ പറഞ്ഞു കൊടുത്തില്ല കേട്ടോ. ശരി, എങ്കിൽ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഫർണിച്ചറിന്റെ കാര്യം ഒന്ന് ക്ലീറ്റോ സാറിനോട് പറയണം. അതെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരണം കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ള കസേരയാണ്. ശരി, എങ്കിൽ പോട്ടെ. ഓ സത്യം പറഞ്ഞ എടുത്ത് നോക്കണ അകത്ത് വെച്ചേ മക്കൾ അതും കൂട്ടിയിട്ട് വേണ്ടേ അല്പം ഓടിക്കാവോ? ഈ ദോശ അല്പം ഇങ്ങനെ എടുത്തിട്ട് ഇതിലോട്ടങ്ങ് വെച്ചിട്ട് നീ എന്തിനാണ് എൻ്റെ കൊച്ചിനെ കുറ്റം പറഞ്ഞത്? ഇവിടെ അവൻ പറഞ്ഞ ന്യായമാണ്. ദോശയോടൊപ്പം കഴിക്കേണ്ടത് ഉഴുന്നുപൊടിയാണ്, ഉഴുന്നിയമ്മന്തിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയ മക്കളത് കഴിക്കേ. ഒരു ദോശ അല്ല, മിക്കവാറും മുഴുവൻ കഴിക്കും. അത്ര ടേസ്റ്റാ. ആര് പറഞ്ഞു കൊള്ളത്തില്ലെന്ന്? മക്കളൊന്ന് ദോശ മുറിച്ച് കാലം കഴിച്ചു നോക്കിയേ. നിന്നോട് നിനക്ക് ഉഴുന്ന ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ ടീച്ചർ വന്ന് അവർ കഷ്ടത കൊടുത്ത് ചെയ്തു തന്നെ സൂപ്പർ സാധനം കഴിച്ചാൽ. നീ എന്തിനാടാ നിറം നോക്കുന്നേ? ഗുണവും രുചി നോക്കിയാ പോരെ. നിന്റെ മാമൻ പച്ചമ്പി നമ്മൾ ടേസ്റ്റ് ചെയ്തോ സൂപ്പർ അല്ലായിരുന്നു. ഇത് ശകലം കഴിച്ചു നോക്ക്. ഇത് കൊള്ളൂല. നിങ്ങളുടെ കൊച്ചായിപ്പോ ഇല്ല, ഞാൻ എടുത്തപ്പം. ആരാ? ഞാൻ രാജശ്രീയാണേ. ടീച്ചർ എന്തോ ടീച്ചറെ, എന്റെ മൊബൈൽ ഞാൻ എടുക്കാൻ മറന്നുപോയി സാറേ. അവിടെ കിച്ചണിൽ ഇരിക്കുവാ. ശരി. എന്തു പറ്റി, കഴിക്കുന്നില്ലേ? എന്താ മോനെ, ഇഷ്ടപ്പെട്ടില്ലേ? അമ്മ ഉണ്ടാക്കുന്നതിന് വേറെ നിറമാണ്. അയ്യോ, അതെന്ത് നിറവാ? റെഡ് ചമ്മന്തിയാണോ? ഞാൻ കൊടുത്തു നോക്കാം സാറേ. ഇല്ല കുഴപ്പമില്ല, ഞാൻ കൊടുത്തു നോക്കാം. സാറൊന്ന് പുറത്തോട്ട് നിന്നോ, ഞാൻ കൊടുത്തു നോക്കാം. കിട്ടിയാ? നീ ഇത്ര ലേറ്റ് അതിനകത്ത് പോയിട്ട് കിടത്ത് കഴിയാൻ പോയത്?
നിങ്ങൾ രണ്ടിനും പുറത്തോട്ടുന്നോ, ഞാൻ കുഞ്ഞിന് കൊടുക്കാം. അയ്യോ അത് ഇല്ല കുഴപ്പമില്ല, നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളതല്ലേ, അവർക്ക് കൊടുത്തിട്ടുള്ളതല്ലേ, കുഴപ്പമില്ല. പൊക്കോ പൊയ്ക്കോ, നമ്മൾ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതല്ലേ, കൊടുക്കാം, കുഴപ്പമില്ല, പൊക്കോ. കുഞ്ഞിനെ ടീച്ചർ ആകെ ബുദ്ധിമുട്ടായി ടീച്ചർ. ഇല്ല ഒരു കുഴപ്പമില്ല, കുഞ്ഞിനെ ടീച്ചർ കഥ പറഞ്ഞു തരാം. എന്ത് കഥയാണ് കുഞ്ഞിന് വേണ്ടത്? ഭൂതത്തിന്റെ കഥയാണോ? ആ പറയാം, ഇത് കഴിച്ചാ പറയാം. കഴിച്ചോ. സമ്മതിക്കണം. എന്നെയാണ് നിന്നല്ല, സ്ത്രീകളെ സമ്മതിക്കണം. ഓയ്യോ അത് പറയാൻ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ഒരു കഴിവുണ്ടല്ലോ. അവരെ കൊണ്ടേ പറ്റും. നമ്മൾ ഈ അന്നടിച്ചവർക്ക് കൊണ്ട് കൊടുക്കുന്നു പറയുന്നതല്ല, ഇങ്ങനെ ഈ പിള്ളേരെ ചില ദുശാഠ്യങ്ങൾ കൊത്ത് അവർ നിന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നാ കണ്ടിട്ടില്ലേ, എന്നാ അവർക്ക് ചില അടി കൊടുക്കാറുണ്ട്. അത് കൊടുക്കും. അവർ കൊടുത്തൊരു കുഴപ്പമില്ല, നമ്മൾ കൊടുക്കുമ്പോഴേ പ്രശ്നം. അതേപോലെ റോസ്മേരി ചെറുക്കന്മാർ ചില സമയത്ത് ഇറച്ചി വേണം മീൻ വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് കഴിക്കാതിരിക്കും. അവള് കമ്പ് കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. അവിടെ ഒരു ട്രിക്കുണ്ട്, പിള്ളേർ ചറപറ കഴിക്കും. ഒരു ദിവസം ബീഫ് മേടിച്ചോണ്ട് പിള്ളേർക്ക് രണ്ടുപേർക്ക് ചിക്കൻ മതി എന്ന് പറഞ്ഞു പിള്ളേർ 50 മില്യനും ആഹാരം കഴിക്കത്തില്ല. ഞാൻ ചന്നന്നമ്പാടി ഐസ്ക്രീം മേടിച്ചെന്ന് ആന കളിച്ചു, അടുക്കുന്നില്ല. അവൾ അങ്ങോട്ട് ചെന്നു, ഞാൻ ഇനി മാറി. ഇച്ചിരി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പിള്ളേർ രണ്ടോട് ഓടി വരും, ആഹാരം വേണം. കഴിക്കുന്നോടാന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അവളെടുത്തു എല്ലാം കൊണ്ട് അതാത് പാത്രങ്ങൾ വെച്ചാൽ അവൾ ഞെരിച്ചു വന്നു. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ വിശപ്പ് കയറി പിള്ളേർ തന്നെ വന്നെടുത്ത് കഴിച്ചു. കടിച്ചു. എന്താ കുഞ്ഞി കാണിച്ചേ? കൈ കടിച്ചു സാറേ, ഇത് കണ്ടോ? ദോശ കൊടുത്തതാ കഥ പറഞ്ഞോണ്ട്. ഇപ്പൊ ദോശക്ക് എന്താ ഇത് ചമ്മന്തിപ്പൊടിയിൽ ഉപ്പില്ല പോലും. ഇങ്ങനെ ഒരെണ്ണത്തിന് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വയ്യ. ഹോസ്പിറ്റലിൽ കാണും. വേണ്ട. എന്താ കാണിച്ചത് മക്കൾ? എന്താ കാണിച്ചത്? ടീച്ചറെ കൈ അടിച്ചോ? അവര് ശരിയാണെന്ന് ഒരു സ്റ്റേഷനിലെങ്ങാനും കൊണ്ട് പരാതി കൊടുക്കാതെ തക്കോട് സ്റ്റേഷനിൽ പോകേണ്ടി വരും. അത് പേടിക്കണ്ട, മാമനുണ്ടല്ലോ. ഞാനില്ല, അവിടെ വേറെ നല്ല പോലീസുണ്ട്, അവിടെ നല്ല അടിപറ്റി വയ്ക്കുന്നത്. ആ ചോറിൽ വെച്ച് ചന്തി കിടിക്കും. ആഹാര സാധനം ഇങ്ങനെ വാഴക്കളയുണ്ടല്ലേ. ഇത് കഴിക്കാൻ തട്ടെ? എനിക്കിത് വേണ്ട. വേണ്ടേ? എനിക്ക് ദോശയും സാമ്പാറും മതി. ദോശയും സാമ്പാറും തരാന്നല്ലേ മക്കളെ രാവിലെ മൂലെ പറഞ്ഞുകൊണ്ടിരുന്നത്? തരട്ടാ? സാമ്പാർ ദോശ കഴിക്കേ. എനിക്ക് മാമൻ വാരി തരൂ. ഒരു യുദ്ധം തീർന്ന പോലെ. അങ്ങനെ ഇച്ചിരി ഉഴുന്നൂടെ വേണ്ട. ഇത് നമ്മൾ എന്തിനടേ നമ്മൾ ആവശ്യമില്ലാത്ത പഠിക്കുന്ന ദോശയും സാമ്പാറും അല്ലേ? തള്ളമാരെ സമ്മതിക്കണം കേട്ടോ. അതെ അതെ അതെ, പക്ഷെ ഇത് അവരെയൊക്കെ പറയരുത്.